സർ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിസ്സഹകരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടായി. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് സർ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പാലക്കാട് റൂം നമ്പർ 2002 KPM റീജൻസിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതെ. അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? അതെ. ആ നിമിഷം DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിന്റെ അറസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവിടെ വെച്ച് അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിലും അറസ്റ്റ് മാങ്കൂട്ടത്തിന്റെ ദേഹപരിശോധന നടത്തി മേജർ മൈനർ ഇഞ്ചുറീസ് എല്ലാം റെക്കോർഡ് ചെയ്ത് സ്കാർസും എല്ലാം റെക്കോർഡ് ചെയ്ത് ഇൻസ്പെക്ഷൻ മെമ്മോ ട്രിപ്ലിക്കേറ്റ് തയ്യാറാക്കി അറസ്റ്റിംഗ് ഓഫീസറും അറസ്റ്റിയും ആ ഹോട്ടലിലെ ഒരു ജീവനക്കാരനും ഒപ്പിട്ട് ഒരു കോപ്പി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ ആ അറസ്റ്റ് ഇല്ലീഗലും അതൊരു അബ്ഡക്ഷനുമായി മാറുകയാണ്. പോലീസിന്റെ ഭാഷ്യം തന്നെ, ഞങ്ങൾ ഹോട്ടലിൽ അദ്ദേഹം അവിടെ പരസ്യമായി താമസിക്കുന്ന ഹോട്ടലിൽ ഒളിവിൽ താമസിച്ചു എന്ന് വിവരം കിട്ടി ഞങ്ങൾ വന്ന് കസ്റ്റഡിയിലെടുത്തു, നിയമാനുസൃതം കസ്റ്റഡിയിലെടുത്തു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വന്ന് ചർച്ചകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. നിയമാനുസൃതം ഒരു കസ്റ്റഡിയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് അറസ്റ്റ് മെമ്മോയും ദേഹപരിശോധന മെമ്മോയും പാലക്കാട്ട് വെച്ച് ആ ഹോട്ടൽ റൂമിൽ വെച്ച് തയ്യാറാക്കിയിട്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിച്ചു. പിന്നെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയി റോങ്ഫുൾ കൺഫൈൻമെന്റിൽ വെച്ചു. അദ്ദേഹത്തിന് ക്രിമിനൽ ഇന്റിമിഡേഷനിലാണ് അബ്ഡക്ഷൻ നടന്നിട്ടുള്ളത്. ഇതിനൊക്കെ ക്രിമിനൽ ഒഫൻസസ് ആണ്. അതിനൊക്കെ പോലീസ് ഉദ്യോഗസ്ഥര് ഈ ക്രൈം നടത്തിയവര് അതിന് ആ ഒഫൻസുകൾക്ക് മറുപടി പറയേണ്ടത്. തിരിച്ച് അവിടെ കൊണ്ടുചെന്ന് പത്തനംതിട്ടയിൽ കൊണ്ടുചെന്നിട്ട് അവിടെ വെച്ച് നിയമപരമായി അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ഫോർജറിയും കൂടെ വരെയാണ്. അതായത് സുപ്രീം കോടതിയുടെ അറസ്റ്റ് നിബന്ധനകൾ പാലിച്ചാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഫോർജറി നടത്തി ഫോൾസ് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒഫൻസ് മാത്രമല്ല, കോടതിയിലെ പെർജറിങ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ കണ്ടംപ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോൾസ് ഡോക്യുമെന്റിൽ ഒരു ഇന്ത്യൻ പൗരൻ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ ഒപ്പിടേണ്ട കാര്യമില്ല. പോയി പണി നോക്കാൻ തന്നെ പോലീസിന്റെ അടുത്ത് പറയാം. അതായത് അദ്ദേഹം ചെയ്ത കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കുറ്റം സമ്മതിച്ചതിന് ശേഷം ഒപ്പിടേണ്ട ഒന്നാണോ ശരിക്കും അറസ്റ്റ് മെമ്മോ എന്ന് പറയുന്നത്? അറസ്റ്റ് മെമ്മോ എന്ന് പറയുന്നത് ലിബർട്ടി എപ്പോൾ പോലീസ് കേർട്ടേൽ ചെയ്യുന്നു അതാണ് അറസ്റ്റ്. ഒരു ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യയിലുള്ള ഒരു വ്യക്തി, നമ്മുടെ ഭരണഘടനയിലെ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ഫോറിനർക്കും അത് കിട്ടും. ഒരു എനിമി ഏലിയൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ള എല്ലാ സംരക്ഷണവും കിട്ടും. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിബർട്ടി എവിടെ വെച്ചിട്ടാണ് പോലീസ് അദ്ദേഹത്തിന്റെ ലിബർട്ടി കേർട്ടേൽ ചെയ്യുന്നത്, ആ സെക്കൻഡ് മുതൽ അദ്ദേഹം അറസ്റ്റിലാണ്. അവിടെ വെച്ചിട്ടാണ് അറസ്റ്റ് മെമ്മോയും ഇൻസ്പെക്ഷൻ മെമ്മോയും, അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ കസ്റ്റഡിയിൽ എടുക്കാവൂ. ദേഹപരിശോധന മെമ്മോ സുപ്രീം കോടതി തയ്യാറാക്കി ഇഞ്ചുറീസ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മേത്തൊരു പോറൽ വീണാൽ ഈ അറസ്റ്റിംഗ് ഓഫീസർ ഉത്തരം പറയണം. പാലക്കാട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് മെഡിക്കൽ എക്സാമിനേഷൻ, അറസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ എക്സാമിനേഷനാണ് നടത്താൻ. രണ്ടാമത് അറസ്റ്റ് മെമ്മോ സുപ്രീം കോടതി തയ്യാറാക്കാൻ പറഞ്ഞത് അവിടെ വെച്ച് ഏത് സമയത്താണ് അറസ്റ്റ് ചെയ്തതെന്ന് രേഖപ്പെടുത്തുന്ന ആ സമയം മുതൽ ഭരണഘടനയിൽ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ദ റൈറ്റ് ടു ബി പ്രൊഡ്യൂസ് ബിഫോർ മജിസ്ട്രേറ്റ് വിതിൻ 24 hours എന്നുള്ളത് അവിടെ വെച്ച് ആ ക്ലോക്ക് ടിക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് പാലക്കാട് വെച്ചിട്ടല്ല അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എയർ ക്യാമ്പിൽ ചെന്നതിന് ശേഷമാണ്. എയർ ക്യാമ്പിൽ ചെന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാലക്കാട്ട് നിന്ന് അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോ അതെ, അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോകലാണ്, അതൊരു ക്രൈമാണ്. അപ്പൊ ഈ കൊണ്ടുപോയ പോലീസുകാർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാവുന്ന വകുപ്പാണത്? കേസ് കൊടുക്കാവുന്ന വകുപ്പാണ്. അദ്ദേഹം കേസ് കൊടുക്കണം. ഞാൻ എന്തായാലും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്കർക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു സിറ്റിംഗ് MLA കേരള പോലീസ് അബ്ഡക്ട് ചെയ്തു എന്ന് ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിയമവശങ്ങൾ ഞാൻ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഇതിൽ സൈൻ ചെയ്തില്ല എന്നുള്ളത് രാഹുലിന്റെ ഭാഗത്ത് ന്യായമുള്ള കാര്യമാണല്ലോ സർ? അപ്പോ ന്യായമുള്ളതല്ല, സൈൻ ചെയ്താലാണ് തെറ്റ്. സൈൻ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വ്യാജരേഖയിൽ എന്തിനാണ് ഒപ്പിടുന്നത്? ഈ തട്ടിക്കൊണ്ട് പോകലെന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അബ്ഡക്ഷൻ എന്ന് പറയുന്നത് BNS 138 ആണ്. അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്നത് റോങ്ഫുൾ കൺഫൈൻമെന്റ് BNS 127 ആണ്. ക്രിമിനൽ ഇന്റിമിഡേഷൻ BNS 351. ഇത് കൂടാതെ ഫോർജറി നടത്തിയിരിക്കുകയാണ്, അത് BNS 340. പിന്നെ ഒരാളെ വ്യാജരേഖ ഉണ്ടാക്കി കോടതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് BNS 248. അതുകൊണ്ട് ഇതിനകത്ത്
ഓക്കെ സർ. കൃത്രിമമായി രേഖ തയ്യാറാക്കിയത്. അപ്പോൾ പോലീസാണ് അവിടുത്തെ ക്രിമിനൽ. ഈ തട്ടിക്കൊണ്ട് ഒരു ക്രൈം ആരെങ്കിലും കമ്മിറ്റ് ചെയ്താൽ, യൂണിഫോമിലിട്ട് ക്രൈം കമ്മിറ്റ് ചെയ്താൽ അതിന്റെ ഒഫൻസ് കുറെ കൂടെ ഗ്രേവർ ആകുകയാണ്. പോലീസ് ഒരു ക്രിമിനൽ ആക്ട് ആണ് ആ ഹോട്ടലിൽ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ അവിടെ വെച്ച് അറസ്റ്റ് മെമ്മോ മാന്യമായിട്ട് റെക്കോർഡ് ചെയ്ത്, ഇൻസ്പെക്ഷൻ മെമ്മോ റെക്കോർഡ് ചെയ്ത അറസ്റ്റ് പെർഫെക്റ്റ്ലി വാലിഡ് ആണ്. പിന്നെ എന്തിനാണ് കേരള പോലീസ് നാടകം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ കാണിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യൻ സുപ്രീം കോടതിയെ ഞങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കില്ല, താനൊക്കെ എന്ത് പറഞ്ഞാലും ശരി, സുപ്രീം കോടതിയിലെ ഏത് ജഡ്ജിയോ ചീഫ് ജസ്റ്റിസ് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിലയുമില്ല, ഞങ്ങൾ അത് ലംഘിക്കും, നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾ ലംഘിക്കും അങ്ങനെയുള്ളൊരു ധാർഷ്ട്യമാണ് ഈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോയാൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിൻ്റെ കൈ കൊണ്ടുകൊടുത്താൽ ഈ 376 IPC കിടക്കുന്ന റേപ്പ് കേസിൽ ഇതിന് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്താൽ കസ്റ്റഡിയിലേക്ക് വിടും, റിമാൻഡ് ചെയ്യും, ജാമ്യം കൊടുക്കത്തില്ല. ഈ കേസിൽ വളരെ ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ പിന്നെ എന്തിനാണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ ഫോണൊക്കെ എടുത്തു എന്നൊക്കെയാണ് ടിവിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്തോ ഹീറോയിസം കാണിച്ചു ടിവിയിൽ പറയുന്നത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹീറോയിസം. അതെല്ലാം ഇല്ലീഗൽ ആക്ട് ആണ്. ആ ഹോട്ടലിലുള്ള ജീവനക്കാരെ അപ്പൊ റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണ്. അത് BNS 126 ആണ്. അവര് പുറത്ത് ഇത് വിളിച്ച് പറയാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പോലീസ് പാർട്ടിക്ക് അവിടെ ഒരു പോലീസുകാരനെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരും പുറത്ത് തൽക്കാലം ഫോൺ ചെയ്യരുതെന്ന് പറയാം. അത് ന്യായമായി പോലീസ് ചെയ്യാവുന്ന കാര്യം. വന്ന് കയറി ഒരു റിസപ്ഷനിലിരിക്കണം. അവർ വല്ല രാഹുൽ മാങ്കൂട്ടലുമായിട്ട് ഈ ക്രൈമില് കോൺസ്പിറേറ്റേഴ്സ് ആണ്. അപ്പോൾ പിന്നെ എങ്ങനെ അവർ ഇതിനകത്ത് ചെയ്യുന്നത്? കോൺസ്പിറസി അവർ ഭാഗമല്ല. അവർ ഇദ്ദേഹത്തിനെ ഒളിപ്പിക്കാനായിട്ട് അബക്സെന്റിന് അവർ കൂട്ടുനിന്നവരാണ്. അവരെ ഹോട്ടലിൽ അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പൊ അവർ പുറത്ത് ന്യൂസ് കൊടുക്കരുതെന്ന് അവരോട് പറയുകയും ഒരു പോലീസ് ഓഫീസർ അത് അവർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അവിടെ പോസ്റ്റ് ചെയ്യാൻ 50 പേര് പോകിന്റെ കാര്യമില്ലല്ലോ ആ റൂമിലേക്ക് പിടിച്ചു ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ഉറപ്പായിട്ടും ആ വിഷ്വൽസിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ MLA ആണ്, കയ്യാങ്കളി വേണ്ട, അറസ്റ്റ് ചെയ്യുകയാണ് എന്നവർ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതിന്റെ ശബ്ദം ഉൾപ്പെടെയാണ് നമ്മൾ കേൾക്കുന്നത്. അതെ, എന്ത് കയ്യാങ്കളി? ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മേത്തുപോലും തൊടാൻ പാടില്ല. അറസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് BNS പറയുന്നത് ഷോൾഡറിൽ ഒന്ന് ടാപ്പ് ചെയ്ത് യുവർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ അറസ്റ്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ മേത്ത് തൊടാൻ പാടില്ല. അതേപോലെ തന്നെ ഷോൾഡറിൽ പോലും ടച്ച് ചെയ്യേണ്ട, അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വഴങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേത്ത് തൊടേണ്ട കാര്യമില്ല, കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അതെ, ഇത് മുഴുവൻ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പോലീസുകാരൻ പറയുന്നത് വിഷ്വലി ഉണ്ട് നമ്മുടെ. അപ്പൊ ആ ക്രൈമിന്റെ വിഷ്വൽസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ എന്ത് കാരണത്താൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തു, എങ്ങനെ ഇത് പുറത്തു വിട്ടു? ഇത് ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നില്ല. അല്ല, അത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള CCTV അല്ല ഒരിക്കലും അത്. അതെ, അപ്പൊ പോലീസുകാർ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പോലീസ് വഴി ഇൻഫർമേഷൻ കൊടുത്തു. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഇൻഫർമേഷൻ ഒക്കെ ഈ TV-ക്കാരുടെ കയ്യിൽ എങ്ങനെ കിട്ടുന്നു ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസിൽ? ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് വാർത്തകളിൽ വരുന്നത് എങ്ങനെയാണ്? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ കാണാം. ചിലപ്പോൾ TV-യിൽ ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവര് ഇൻഫർമേഷൻ കൊടുക്കാതെ വെളുപ്പിനെ ഈ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ക്യാമ്പിന്റെ നടയിൽ മാധ്യമങ്ങൾ എങ്ങനെ എത്തും? അപ്പൊ പോലീസ് ഇത് പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് എന്തെങ്കിലും സംശയമുണ്ടോ? എങ്ങനെ ഇദ്ദേഹത്തിന് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്ന, പൊട്ടൻസി ടെസ്റ്റിന് കൊണ്ടുപോകുന്ന ആ ജനറൽ ഹോസ്പിറ്റലിന്റെ നടയിൽ മാധ്യമങ്ങളും ഡിവൈഎഫ്ഐക്കാരും എത്തി? ഡിവൈഎഫ്ഐക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തതിനൊന്നും ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അവരൊക്കെ തിരിച്ച് അതുപോലെ പ്രതികരിക്കുന്നതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഞാൻ അവരെ കുറ്റം പറയില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആക്ഷൻസിന് ഒന്നും അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്ന ആളല്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ അതൊന്നും എത്തിക്സിനും മോറൽസിനും ഉതകുന്നതല്ല. അതൊക്കെ വേറെ വിഷയം. പക്ഷെ അദ്ദേഹത്തോട് ഇപ്പൊ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ വെൻഡറ്റയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഉറപ്പായിട്ടും സാർ, നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തതായിട്ട് പ്രഥമ ദൃഷ്ടിയ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഈ മൂന്നാമത്തെ കേസിൽ അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് മാത്രം അത് പരിശോധിക്കണം. നമ്മുടെ കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. TV പറയുന്നത് കേൾക്കുമ്പോൾ അത് ക്ലവറായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. മറ്റു 2 കേസുകളും കോടതിയിൽ നിൽക്കില്ല. മറ്റു 2 കേസുകളുടെ ഇടയിൽ അതിജീവിതയുടെ ഭർത്താവ് കൊടുത്തൊരു കേസ് കൂടി ഇതിനിടയിൽ നിൽക്കുന്നുണ്ട്. അത് ശരിയാണ് വരുന്നത് ആ കേസിൽ. അദ്ദേഹം വേറെ കൂടുതലൊന്നും എനിക്ക് അതിനെ കുറിച്ച് പറയാൻ. ഓക്കെ സാർ, എന്തായാലും ഇന്നിപ്പോ വന്നിരിക്കുന്ന നിസ്സഹകരണം എന്ന് പറയുന്ന ഒരു വാർത്ത വരുമ്പോൾ അതിൽ ഇവർ പറയുന്നത് മറ്റ് 3 കേസുകളിലും ഈ ഒരു വിഷയം കൂടി അവർ ആഡ് ഓൺ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. പോലീസ് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം, ദൃശ്യമാധ്യമങ്ങളിൽ ഇരിക്കുന്ന ഈ അവതാരകർക്ക് ആർക്കും തന്നെയും നിയമത്തിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള
നോളജ് പോലും ഇല്ലാത്തവരാണ്. അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് അവർക്ക് ചില ബന്ധങ്ങളുണ്ട്. പോലീസ് ഫീഡ് ചെയ്യുന്ന വാർത്തയാണ് അവർ ഇത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്നത്. പാവം ജനങ്ങൾ അത് കേട്ട് വിശ്വസിക്കും. ചിലപ്പോൾ ആക്രോശിച്ച് പറയുന്നത് കേൾക്കാം. ചില കേസുകളിൽ FIR ഇട്ടു, ജാമ്യമില്ലാ വകുപ്പുകളാണ്. എങ്ങനെയൊക്കെ പറയുന്നത് അവതാരകർ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ FIR എന്ന് ഇടാതെ കൂടി കേസ് അന്വേഷിക്കാൻ ഒക്കില്ല. FIR ഇട്ടാൽ ഒരാൾ പ്രതിയൊന്നും ആകും, അക്യൂസ്ഡ് ആകുന്നു, പ്രതിയാണ്, പക്ഷെ കുറ്റക്കാരനാകുന്നു. FIR ഇടാതെ പോലീസിന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കമൻസ് ചെയ്യാനൊക്കത്തില്ല. പിന്നെ ജാമ്യമില്ലാ വകുപ്പ് എന്ന് ഇവരിപ്പോ പറയുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിന്റെ ജൂലൈ 2, 2014 വന്ന ജഡ്ജ്മെന്റോടുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 7 വർഷത്തിന് മുകളിൽ ശിക്ഷയുള്ളത് ഒഴിച്ചും ബാക്കി എല്ലാം സ്റ്റേഷൻ ബെയിലബിൾ ആണ്. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് ഇവിടെ BNS എഴുതി വെച്ചിട്ടുള്ളതെല്ലാം സ്റ്റേഷൻ ബെയിലബിൾ ഒഫൻസുകളാണ്. എല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ബെയിൽ ഡിനേയബിൾ. എല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ 2 ആൾജാമ്യത്തിൽ ID പ്രൂഫ് കാണിച്ച് 2 പേര് ചെന്ന് വിടേണ്ടതാണ്. 35(3) BNSS നോട്ടീസ് കൊടുക്കാതെ വിളിച്ചു വരുത്താനും ആ കേസ് സുപ്രീം കോടതി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മാധ്യമങ്ങൾ ഈ വക കാര്യങ്ങൾ പറയുന്ന ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ അവരതുപോലെ അവർ ഹൈപ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് എത്തിക്കും. ജനങ്ങൾ ഇതൊക്കെ കേട്ട് തെറ്റിദ്ധരിക്കും. അതാണ് സംഭവിക്കുന്നത്. വളരെ കഷ്ടമാണ്. സാർ പറഞ്ഞതിൽ ഒരു വലിയ പോയിന്റ് ആയിട്ട് ഞാനത് തന്നെയാണ് കാണുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ അതോറിറ്റീസിനല്ലേ, അതിന് പകരം ഇവർ മാധ്യമങ്ങൾ വഴി ഇത് കുറെ പബ്ലിസിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും അതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെ ആവാനല്ലേ സാധ്യത സാർ? തീർച്ചയായിട്ടും അത് ഗൂഢാലോചന ഭാഗം തന്നെയാണ്. പല സെൻസിറ്റീവ് കേസസിലും പലപ്പോഴും സീനിയർ ഓഫീസേഴ്സ് പോലും അറിയാതെ ഈ മാധ്യമങ്ങളുമായിട്ട് ചില ബന്ധങ്ങളുള്ള ഉദ്യോഗസ്ഥർ ലീക്ക് ചെയ്ത് കൊടുക്കും ചില മാധ്യമങ്ങൾക്ക്. അതെ, ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ട് മാധ്യമങ്ങളുടെ എത്തി. ഈ സെൻസിറ്റീവ് കേസിലെ റിമാൻഡ് റിപ്പോർട്ട് എങ്ങനെ മാധ്യമങ്ങൾക്ക്? അതെ, ഇന്ന് കൃത്യമായി അത് വെച്ചിട്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. കുറ്റം സമ്മതിച്ചെന്ന് പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതിയാണ് പോലീസുമായിട്ട് സഹകരിക്കാതെ അറസ്റ്റ് മെമ്മോ ഒപ്പിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അതെ, പോലീസിന്റെ സ്വകാര്യതയ്ക്ക് പോലും വിലയില്ലാത്തൊരു നാടായി ശരിക്കും നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന് സ്വകാര്യത എന്നല്ല, ഇൻവെസ്റ്റിഗേഷന്റെ സീക്രസി. അതെ, ഇൻവെസ്റ്റിഗേഷൻ പോലീസ് തന്നെയാണ് അത് നശിപ്പിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് ഇന്ന് കൃത്യമായിട്ടും രാഹുൽ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ തന്ത്രിയെ കൊണ്ടുപോയപ്പോഴും ഇവരെ കൊണ്ടുപോയപ്പോഴും ഒക്കെ അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത്? പോലീസിന് ആളുകൾ വിളിച്ച് പറയാതെ. അതെ, അല്ല ഇന്നത്തെ ദിവസം പറയൂ സാർ. ഇന്നത്തെ ദിവസം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞൊരു കാര്യവും ഇത് തന്നെയാണ്. രാഹുലിനെ മനഃപൂർവ്വമായിട്ട് മീഡിയാസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു, പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്നു, പ്രതിയെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു, പോലീസിന്റെ എന്തോ വലിയൊരു വിജയ ചിഹ്നമായിട്ട് അയാളെ എടുത്തു കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാക്സിമം ഹരാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. സത്യമാണ്, ഒരു വ്യക്തിയെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അല്ല, അവിടെ കോഴ്സ് ഓഫ് ആക്ഷൻ എവിടെ വെച്ച് നടന്നു എന്നുള്ളത് പോലും ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട് നിങ്ങളെ കൊണ്ട് നടന്ന ഇതുപോലെ ഡിവൈഎഫ്ഐ പ്രതിഷേധങ്ങൾ സാർ പറഞ്ഞതുപോലെ ഞാനും എതിർക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഇതിനൊക്കെയുള്ളൊരു വഴി ഒരുക്കി കൊടുക്കുന്നുണ്ടല്ലോ, ഒരു മീഡിയ അറ്റൻഷൻ കൂടി അവർ ഉണ്ടാക്കി കൊടുക്കല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ വളരെ ഇതിൽ ചോദിക്കുന്ന കാര്യം വിനയപൂർവ്വം ചോദിക്കുന്നത്, പ്രതിഷേധിക്കാൻ എവിടെ എത്തണം, ഏത് സമയത്ത് എത്തണം എന്ന് ഇൻഫർമേഷൻ പ്രതിഷേധക്കാർക്ക് എങ്ങനെ കിട്ടുന്നു? അതെ, അത് തന്നെയാണ് ഇന്ന് ഈവൻ പല കേസുകളിലും പ്രതിയെ ഇന്ന സമയം കോടതിയിൽ ഹാജരാക്കുമെന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത് കോടതിയുടെ നടയിൽ പല പ്രമാദ കേസുകളിലും ക്രൗഡ് വരികയും ഈ പ്രതിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലീസ് ആ പ്രതിയുടെ ലൈഫിനെ എൻഡേഞ്ചർ ചെയ്യുകയല്ലേ. പോലീസ് ഇത് രഹസ്യമായിട്ട് വെക്കേണ്ട ഇൻഫർമേഷൻ വെച്ച് ആരും അറിയാതെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇയാളെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ ക്രൗഡിന് എങ്ങനെ കിട്ടുന്നു? ആ ഇൻഫർമേഷൻ വിൽഫുൾ ആയിട്ട്, ഡെലിബറേറ്റ് ആയിട്ട്, മലീഷ്യസ് ആയിട്ട് ലീക്ക് ഔട്ട് ചെയ്യുന്നത് തന്നെയാണ് പോലീസിന്. അത് ഉന്നത പോലീസുകാരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലത്തെ കേസുകൾ അതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഇത്രയും ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരണം. ചെയ്തത് തെറ്റാണ്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ആ ചെറുപ്പക്കാരൻ ചെയ്ത പ്രവൃത്തിയൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവൃത്തികളാണ് മനസാക്ഷിയുള്ളവർക്ക്. പക്ഷേ അതേസമയം പോലീസ് ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ ഒക്കില്ല. അവരൊരു ക്രിമിനൽ ഗ്യാങ് പോലെയാണ് കേരള പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, മനസ്സിലാക്കും. താങ്ക് യു സാർ. അത് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ നിയമം പഠിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അല്ലാതെ ഇന്ന് മാതൃഭൂമിയിലൊക്കെ വിളിച്ച് പറഞ്ഞതുപോലത്തെ വിഡ്ഢിത്തരങ്ങൾ പറയാതെ.
അതെന്റെ ഒരു അപേക്ഷ. ആ ന്യൂസ് ഞാനും കണ്ടിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ സഹകരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാര്യമായിട്ട് തന്നെ അതിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അത് എന്തോ വലിയൊരു അപരാധമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് അറസ്റ്റ് എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് പറയുന്നത്. അവര് തന്നെ അവരുടെ വാർത്തയിൽ തന്നെ വന്നിരിക്കുന്ന പാലക്കാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു. അതെ, കസ്റ്റഡി എന്ന് പറയുന്നത് അവിടെ ഡീറ്റൻഷൻ വരുമ്പോൾ അറസ്റ്റ് മെമ്മോ അവിടെ വെച്ച് തയ്യാറാക്കേണ്ടത്. അത് ചോദിക്കാനായിട്ട് പോലുമുള്ള ബേസിക് വിവരമില്ലാത്തവരാണ് ഈ അവതാരകരായിട്ടിരിക്കുന്ന വ്യക്തികൾ. അതാണ് നമ്മുടെ നാടിന്റെ ഒരു ശാപം. കാരണം അവർ പറയുന്നതാണ് ജനങ്ങളും വേദവാക്യമായിട്ട് എടുക്കുന്നത്. അതെ സർ, തീർച്ചയായും മനസ്സിലാക്കുന്നു.